ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഉദയ്പൂർ എത്തിയിരിക്കുകയാണ്. രാവിലെ ബസ് ഇറങ്ങി നമ്മൾ ഉദയ്പൂർ എത്തി. അപ്പോൾ ഉദയ്പൂർ എത്തിയിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് റൂം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു നമ്മുടെ ബസ് സ്റ്റോപ്പിൽ കുറഞ്ഞിരുന്നു. അപ്പോൾ കുറേ ഓട്ടോക്കാരൊക്കെ വന്നു. അവർ വന്നിട്ട് എന്താ എങ്ങോട്ട് റൂം വേണോ, അവർ നോൺ എ സിക്ക് 1000 രൂപ പറഞ്ഞു. എൻ്റെ പൊന്നെ. അവസാനം ഞാൻ ഹോസ്റ്റൽ നോക്കി, ഗോസ്റ്റ് ഓപ്സ് നോക്കി. ഹോസ്റ്റലൊക്കെ വൻ വില, 800 രൂപ. ഇന്നലെ 400 രൂപ കിട്ടുക. പിന്നെ ഞാൻ നമ്മുടെ പിച്ചോള ലേക്കിൻ്റെ അടുത്ത്, ഗംഗാഘാട്ടിൻ്റെ അടുത്ത് കുറച്ച് ബാക്ക് പാക്കിംഗ് ഹോസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നോക്കാം. ഗോസ്റ്റ് ഓപ്സ് ഉണ്ട്, 3-4 ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ ഞാൻ ഓട്ടോക്കാരൻ വെച്ചപ്പോൾ 150 രൂപ, 2 കിലോമീറ്ററിൻ്റെ ഉള്ളൂ. അപ്പോൾ ഞാനങ്ങ് വെച്ച് നടന്നു. അപ്പോൾ അങ്ങനെ നടന്ന് ഞാൻ 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള മുസ്റ്റാച്ച് ഹോസ്റ്റൽ സെറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ മുസ്റ്റാച്ചിൽ നമുക്ക് 300 രൂപയ്ക്ക് റൂമുണ്ട്. അപ്പോൾ അത് ബുക്ക് ചെയ്യാൻ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ഗംഗോർ ഘട്ടിൻ്റെ അടുത്ത് ഇങ്ങനൊരു ഇടുക്കിലാട്ടോ. ഈ സൈഡിൽ ഒരു ചെറിയ വഴി, ഈ സൈഡിൽ ഒരു ചെറിയ വഴി. ഇവിടെ കേട്ടോ മുസ്റ്റാച്ച് വരുന്നത്. വേറൊരു കഫേയുടെ പേരും കൂടെ ഉണ്ട്, അദീനാസ് കഫേ. സമയം ഇപ്പം 7:21 ആയുള്ളൂ. ഞാൻ ഒരു 6:30 ഇറങ്ങി. 1 മണിക്കൂർ എടുത്തു ഏകദേശം വീട്ടിൽ നടന്ന്. പയ്യെ നടന്നു വന്ന്. അപ്പം നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബുക്ക് ചെയ്ത് നമുക്ക് 350 രൂപയ്ക്ക് സാധനം കിട്ടി, ഡോം കിട്ടി. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ വീണ്ടും തെറ്റി. എനിക്ക് തോറ്റിയ ബുക്ക് ചെയ്ത് ഫീമെയിൽ ഡോമിലായി പോയി. ഫീമെയിൽ ഡോമിൽ എനിക്കറിയാൻ പാടില്ല, ഞാൻ കണ്ടില്ല, ഞാൻ മെയിൽ ഡോമിനെ കണ്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് 2 ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഒരു മെയിൽ ഡോമിൽ ഒരെണ്ണം, അത് പെയ്ഡ് ചെയ്തിട്ടില്ല. ഫീമെയിൽ ഡോമിൽ ഇത് പെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇവിടുത്തെ പുള്ളിക്കാരൻ്റെ കയ്യും കാലൊക്കെ പിടിച്ചിട്ട് പുള്ളി എനിക്കിത് മാറ്റി തന്നു. എനിക്കാണ് ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. അഗോഡ വഴിയാണ് ബുക്ക് ചെയ്ത്. അപ്പം എന്തായാലും നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കോമൺ ഏരിയ യൂസ് ചെയ്യാം, വാഷ്റൂം യൂസ് ചെയ്യാം. സെറ്റല്ലേ? നമ്മുടെ എൻട്രൻസ് വരുന്നത് റിസപ്ഷനിലെ ചേട്ടൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. ഞാൻ കേരളത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ചോദിച്ചു കാലിക്കട്ടിൽ നിന്നാണ് നമുക്ക്. എന്തായാലേ ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്തും കൊച്ചിക്ക് കിടക്കേട്ടോ. ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പോലല്ലോ കേട്ടോ. കോമൺ വാഷ്റൂമേ റിസപ്ഷന്റെ തൊട്ട് ഓപ്പോസിറ്റ്, അതും ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, ജസ്റ്റ് 1. അങ്ങനെ കുളിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല. ബാത്റൂം എറ്റിക്കറ്റ്സ് ഉണ്ടോ? സ്പിൽ വാട്ടർ ഇവിടെ വേണേൽ കുളിക്കാം. പിന്നെ ഒറ്റൊരു കൊമോഡ് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ പൂട്ടിയിട്ടേക്ക് പോയി, തുറക്കാൻ പറ്റത്തില്ല. എന്തോ അതിൻ്റെ അകത്ത് നോ ഐഡിയ. എന്നാലും വാഷ്റൂം കൊള്ളാം. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉണ്ട്. ഇവിടെ മുസ്താജിനൊപ്പം തന്നെ ഒരു കഫേ ഉണ്ട്, അദീനാസ് കഫേ. അപ്പം ഇത് ബുഫേ വരുന്നുണ്ട്, 150 രൂപ. രാവിലെ 8 തൊട്ട് 11 മണി. 8 ആയിട്ടില്ല, ഇപ്പോൾ സമയം 7 ആയിട്ടുള്ളൂ. അപ്പോൾ 8 വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ബുഫേയിൽ 150 രൂപ പ്ലസ് GST ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഐറ്റംസ്, ഇന്നത്തെയാണ് ഇത്, ടുമോറോ ട്യൂസ്ഡേ എന്നൊക്കെ എഴുതിയേക്കുന്നത്. ഇന്ന് ആക്ച്വലി 18-ാം തീയതി. സൗത്ത് സ്റ്റൈൽ വെർമിസലി ഒക്കെ ഉണ്ട്, സ്പ്രൗട്ട് സാലഡ്, എഗ് ഓർഡർ, കോൺഫ്ലെക്സ്. നഷ്ടമാണല്ലോ ആക്ച്വലി സത്യം പറഞ്ഞല്ലേ. 150 രൂപയ്ക്ക് നഷ്ടമാണ്. കാരണം അല്ലറ ചില ഐറ്റംസ് മാത്രമേ ഉള്ളൂ, മെയിൻ കോഴ്സായിട്ടൊന്നുമില്ല. നോക്കാം. ഫിംഗർ പ്രിന്റ് സ്കാനർ ഒക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ ടോപ്പിലോട്ട് പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലാട്ടോ മുസ്റ്റാച്ച് ചെയ്യുന്നത്. അതോ 4th ഫ്ലോറിലാണെന്ന് പറയാൻ ചെയ്തു. പ്ലീസ് ലീവ് യുവർ വറീസ് ആൻഡ് ഷൂസ് അറ്റ് ദ ഷൂ റാക്ക്. ഹെൽപ്പ് us keep the hostel clean. Okay. ഇതാണ് കോമൺ റൂം. ചോദിച്ചപ്പോൾ പുള്ളി പറയുക ഐ ഡോണ്ട് നോ, അതാണ് പാസ്വേഡ്. എന്നിട്ട് അടുത്തടിച്ചിട്ട് കണക്ട് ആവശ്യം, നോ കണക്ഷൻ കാണിക്കുന്നത്. എന്താണാവോ? കോമൺ റൂം വരുന്നത് ആക്ച്വലി ഭയങ്കര ക്രൗഡ് ആട്ടോ. കുറേ പേരുണ്ടെന്ന് ചെക്ക് ഇൻ ചെയ്യുന്നത്. ഹൗസ്ഫുള്ളാണ് ഫുള്ള്. എത്രയും ലഗേജ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ. ഇത് പിന്നെ കുറച്ച് ബിടെക്കുള്ളവരാണ്, ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്. നമ്മുടെ ഡൽഹിയിൽ നിന്ന് വരുന്നവരാട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ് കിടക്കുന്നുണ്ടല്ലോ. ഇവർ ജോധ്പൂരോട് മാത്രം വന്നത്. ഫ്രീഡം ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇവിടെ നമുക്ക് ഏകദേശം 4 ഫ്ലോറോളം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ കുറേ വാൾ പെയിന്റിങ്സ് ഉണ്ട്. ഫുൾ നഗ്നത പ്രദർശനമാണല്ലോ. എന്താ ഇത്, കലാകാരന്മാർക്കൊക്കെ എന്താ. പിന്നെ ഒരു ഓട്ടോ പിന്നെ ഇന്ത്യയുടെ വണ്ടിയാണ്. പിന്നെ പറഞ്ഞ പോലെ ഹോസ്റ്റലിലെ മുസ്റ്റാച്ച് എന്നാണ്. ഇപ്പോൾ ഇവിടെ കുറേ മീശ വെച്ച ചേട്ടന്മാരുടെ ഫോട്ടോ ഉണ്ട്. നമുക്കിത് മേളിൽ നിന്ന് കാണുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറാണ്. ഇപ്പോൾ നമുക്ക് മേളിൽ നിന്ന് കാണുമ്പോൾ കോമൺ റൂമിൻ്റെ ഒരു വ്യൂ കിട്ടും. പിന്നെ ഇവിടെ ഒരു അഡീഷണൽ കോമൺ വാഷ്റൂം ഉണ്ട്. ആകെ 2 കോമൺ വാഷ്റൂമേ ഉള്ളൂ. അത് ഭയങ്കര കുറവാട്ടോ വെച്ചത്. ചിവർക്കാരെ ഉപയോഗിക്കാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മേലോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു മീശക്കാരൻ, പഞ്ചാബി കേട്ടോ. ഇതെന്തോ വരച്ചു വെച്ചിട്ടുണ്ട്, രംഗോളി പോലെ. ഇത് ഭയങ്കര മോഡേൺ ആട്ടോ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നല്ല വിവരം വേണം. അതുകൊണ്ട് നിങ്ങളെല്ലാം വിട്ടേക്കും. ഒരു സായിപ്പ് പോകുന്നു. പിന്നെ വേറൊരു ചേച്ചിയുടെ ഇവിടെ ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറെ വാഴയില, കേരള റെഫറൻസ് തന്നെ കുറെ വാഴയില. ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ. എന്താണ്
ഇത് കാൽപ്പാതങ്ങളാണ്, കാൽപ്പാതം. ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ, 4 നിലയില്. ഒരു മിറർ. ഹലോ. പിന്നെ ഒരു ഫ്ലോർ ഉണ്ട്, നമുക്ക് മേളിലോട്ട് പോയി നോക്കാം. ഇവിടുന്ന് ബാൽക്കണി വ്യൂ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ അടുത്ത് ഒരു മുസ്ലിം പള്ളിയുണ്ട്. മേളിലോട്ട് കയറുമ്പോൾ ഇതെന്താണ്, ഇത് കടൽപ്പായലാണോ അറിയില്ല. വീണ്ടും ഫയർ എക്സ്റ്റിങ്ഷർ, എല്ലാ ഫ്ലോറിലും ഓരോ ഫയർ എക്സ്റ്റിങ്ഷർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് രാജസ്ഥാനി ചേട്ടൻ വെൽക്കമിങ്. ഇതാണ് ഏറ്റവും ഹളാദർശ സാധനം, ഒരു കഥകളി. ഫുൾ ഇന്ത്യയുടെ ഫുൾ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ വള്ളംകളി. മെയിനായിട്ട് വള്ളംകളിയുണ്ട്, കഥകളിയുണ്ട്. മെയിനായിട്ട് കേരളം കാണിക്കുന്നത്. പിന്നെ ഇന്ത്യ ഗേറ്റും ഉണ്ട്. പിന്നെ പഞ്ചാബികൾ, പിന്നെ പല കാസ്റ്റിലെ 2-4 പേര് ഇങ്ങനെ പോകുന്നു. അങ്ങനെ സെറ്റപ്പ്. പിന്നെ ഇവിടെയും കുറെ വാഴയെല്ലാം ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വീണ്ടും ഒരു മുസ്റ്റാച്ചേട്ടൻ. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിന്റെ ഒരു ഭൂപ്രകൃതി രേഖ.